ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെന്നൈയിലേക്കുള്ള ഒരു ബ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് കിട്ടിയത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. നമുക്ക് റിസർവേഷൻ ചെയ്തെങ്കിലും റിസർവേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നിന്നതിന് ശേഷം നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തി. ചെന്നൈയിൽ വെച്ച് ആദ്യമായിട്ട് എടുത്ത പിക്കുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു താമസിക്കാൻ പറ്റിയ ഒരു സ്റ്റേ ആണ് SR റെസിഡൻസി. റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടാണ് ഇത് സ്ഥലം വരുന്നത്. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ ഇതിൻ്റെ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത റൂം. AC റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് 2-3 ആൾക്കാർക്ക് കിടക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു റൂമാണ്. അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് വിൻഡോ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ ഗ്ലാസ് വിൻഡോ നമുക്ക് ജസ്റ്റ് അൺലോക്ക് ചെയ്തിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതിനകത്ത് കാണാൻ പറ്റിയ ഒരു സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്തു. ഫ്രണ്ടിലായിട്ട് നമുക്ക് റോഡ് കാണാൻ പറ്റും. അങ്ങനെ അവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇത് ഇങ്ങനെയുള്ള ഒരു ലോക്കാണ് ഇവിടെ വരുന്നത്. നമുക്ക് പുറത്തോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഡോർ ഒന്ന് അടച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കാണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം, അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയ ട്രോയ്, ഫോൺ സൗകര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹീറ്റർ ഫെസിലിറ്റി ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ചൂടുവെള്ളം, പച്ചവെള്ളം, എന്ത് വെള്ളത്തിൽ വേണമെങ്കിലും കുളിക്കാം. അതുപോലെ തന്നെ നമുക്ക് AC ഫെസിലിറ്റി ഉണ്ട്. കേരളത്തിൽ കൊച്ചിയിലൊക്കെ നമുക്ക് ഊബർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അത് നമുക്ക് കാറും പിന്നെ ഓട്ടോ ഒക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ചെന്നൈയിൽ വരുന്ന സമയത്ത് നമുക്ക് റാപ്പിഡോ, ഊബറിലൊക്കെ 2 വീലർ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. റാപ്പിഡോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് പറഞ്ഞാൽ ദർബാർ റെസ്റ്റോറൻറ്റ് എന്നാണ്. നാഷണൽ ദർബാർ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് നമുക്കൊരു ബിരിയാണിയാണ് രാത്രിയിൽ കഴിച്ചത്. നമുക്ക് കുറച്ചും കൂടെ നടന്നു പോയി കഴിക്കുവാണെങ്കിൽ വെജിറ്റേറിയൻ ഹോട്ടലിൽ കിട്ടും. പക്ഷെ നമ്മൾ കുറച്ച് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റാണ് കഴിച്ചത്. ഇത് രാവിലെ നമ്മൾ കഴിച്ച ഒനിയൻ ദോശയാണ്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ചെറിയൊരു ഊണാണ് നമുക്ക് കഴിക്കാൻ കിട്ടിയത്. പക്ഷേ ഇത് സ്വീറ്റ് അടിപൊളിയാണ്, നല്ല മധുരമാണ്. പിന്നെ നമ്മൾ നാഷണൽ ദർബാർ റെസ്റ്റോറൻറ്റിൽ ട്രൈ ചെയ്ത ഐറ്റമാണ് പൊറോട്ടയും ചിക്കൻ കറിയും. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ നാട്ടിൽ അത്രയും ആ ടേസ്റ്റ് കാര്യങ്ങളും ഇവിടെ കിട്ടുന്നില്ല. ഇവിടെ പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ പോയത് കണ്ട് ഈ പറയുന്ന സാധനമാണ്. ഇടിയപ്പവും അതിൻ്റെ കൂടെ കടായി ചിക്കൻ എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിച്ചു. നിങ്ങൾക്ക് വയറിന് പണി കിട്ടരുതെങ്കിൽ നിങ്ങൾ ഒരിക്കലും കഴിക്കരുതാത്തൊരു സാധനമാണ് കടായി ചിക്കൻ. അത് ദർബാർ റെസ്റ്റോറൻറ്റിൽ. ചെന്നൈ ലാസ്റ്റ് ദിവസമാണ്. അങ്ങനെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് വീണ്ടും നമുക്ക് കിട്ടിയത്. നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തു, നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ട്രിവാൻഡ്രം സെൻട്രൽ എന്ന ട്രെയിൻ വന്നു, നമ്മൾ കയറി. അങ്ങനെ നമ്മൾക്ക് സീറ്റ് കിട്ടി. നമുക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയ സുഹൃത്താണ് കേട്ടോ ഈ പുള്ളി ട്രിവാൻഡ്രംകാരനാണ്. പുള്ളിയായിട്ട് ഇങ്ങനെ കത്തി അടിച്ച് നമ്മുടെ സ്ഥലം എത്തിയതുപോലും നമ്മൾ അറിഞ്ഞില്ല. ചെന്നൈ പോയതിൻ്റെ ഒരു ഓർമ്മയായിട്ട് ഞാൻ വാങ്ങിയൊരു സ്വീറ്റാണിത്. ഇത് റോസ് മിൽക്ക് ബർഫിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.